ഈ തമിഴ് ചെയ്തപ്പോഴേ സാധാരണ നമ്മൾ ഗേൾസ് അവിടെ പോകുമ്പോഴാണ് പേര് മാറ്റുന്നത്. ഇപ്പം ഈ ആമ്പിള്ളേർ പോയാലും പേര് മാറ്റണോ? ഞാൻ മാറ്റിയായിരുന്നു. അതെന്നാ പേരായിരുന്നു അവിടെ പോയിട്ട്? ഞാൻ മാറ്റിയത് അനിരുദ്ധ് എന്നായിരുന്നു. അനിരുദ്ധോ? അനിരുദ്ധ് മാറ്റാൻ കാരണം അത് ഈ നമ്മുടെ ഈ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് വരുന്നതിന് മുമ്പാണ്. ഞാൻ ഈ സൈജു ഗ്രൂപ്പ് നോർത്ത് ഇന്ത്യയിൽ ഞാൻ ആയിരുന്നപ്പോഴത്തേക്കും ബേസിക്കലി സെൻട്രൽ ഇന്ത്യയാണ്. അവിടെ ഈ നായർ, മേനൻ, പിള്ള ഇതൊക്കെയാണ് മലയാളികളുടെ സർനെയിമായിട്ട് വെച്ചിരിക്കുന്നത്. നായരാണ് മെയിനായിട്ട്. അപ്പോൾ ഈ കുറുപ്പെന്ന് പറയുമ്പോഴത്തേക്കും എവിടുത്തെ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ കേരള. അപ്പം അവർക്ക് ഭയങ്കര അതിശയമാണ് കുറുപ്പെന്നൊക്കെ ഒരു സർനെയിം ഉണ്ടോന്ന് അവിടെ. അപ്പോൾ അത് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പം പൂർണ്ണിമ മാഡമായിട്ടാണ് കോർഡിനേഷൻ. അവിടെ ഡ്രൈവർ വരും, അവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പൂർണ്ണിമ മാഡം ഡ്രൈവർക്ക് എഴുതിയല്ല കൊടുത്തത്, SMS അയച്ചില്ല. ഇങ്ങനെ ഫോണിൽ കൂടെ പറയാണ് സൈജു കുറുപ്പ്. പൂർണ്ണിമ മാഡത്തിന് എൻ്റെ പേര് കറക്റ്റായിട്ട് കിട്ടി. പുള്ളി അത് എഴുതിയെടുത്തത് വേറെന്തോ ആണ്. ഞാനവിടെ എയർപോർട്ടിൽ ചെന്ന് ഡ്രൈവറെ വിളിക്കുവാണ്. ഞാൻ പറഞ്ഞ് ഞാൻ കേരളത്തിൽ നിന്ന് വന്ന ആക്ടറാണ്, അപ്പോൾ തമിഴ് ഒട്ടും അറിയില്ല. കേരള ആക്ടർ എന്നൊക്കെ പറഞ്ഞപ്പം സാർ ഞാൻ ഇങ്ങനെ ഇருக்கு അവിടെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, അപ്പോൾ പോന്നോളാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്കും പ്ലേ കാർഡ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്ലക്കാർഡ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കുവാണ്. അപ്പോൾ അവിടെ കുറേ എന്താണ് ചില കമ്പനീസിൻ്റെ പേര് അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പേര് കാണുന്നില്ല. ഞാൻ ഓരോന്നിങ്ങനെ നോക്കുകയാണ്. പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഇയാൾ ഡയൽ ചെയ്തു. അപ്പോൾ ഒരാൾ എടുത്തപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അയാൾ സൈജുവിന് വരെ എന്താ എഴുതിയിരുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. എന്ന് വെച്ചാൽ എൻ്റെ സർനെയിം കണ്ടപ്പോൾ തന്നെ ഞാനങ്ങ് ഇതായിപ്പോയി. ഗ്രൂപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അടുത്ത് എൻ്റെ ദൈവമേ. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞ് ഭാഗ്യരാജ് സാർ വാങ്ങ് സാർ പോകാണ്ട് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ലൊക്കേഷനിലെത്തുന്നു. ലൊക്കേഷനിലെത്തിയിട്ട് ഓരോ ആൾക്കാരുടെ പേര് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ശാന്തനു, പുള്ളിയുടെ മകൻ ശാന്തനുവാണ് ഹീറോ. ശാന്തനുവും പൂർണ്ണിമ മാഡവും ഭാഗ്യരാജ് സാറും മാത്രമാണ് സൈജു എന്ന് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നത്. ബാക്കിയുള്ള രണ്ടരൊക്കെ എല്ലാ പ്രാവശ്യം എന്നെ വിളിക്കേണ്ടപ്പം സാർ പേരെന്നാ സാർ? സൈജു കുറുപ്പ്. ഓക്കെ പിറ്റേ ദിവസം പോകുമ്പോഴത്തേക്കും ഈ 10 പ്രാവശ്യം ഇവരുടെ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ ഇറങ്ങി വന്നിട്ട് സാർ നിങ്ങളുടെ പേരെന്നാ സാർ? ഇത് നാവുകമില്ല. ഞാൻ വന്ന് സൈജു കുറുപ്പ്. ഓക്കെ. അപ്പോൾ എനിക്കങ്ങനെ രണ്ടാമത്തെ പടം കിട്ടുവാണ്, മറുപടിയും ഒരു കാതൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തായിരിക്കണം ഇവരും പിന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഹീറോ ആണ്. അപ്പോൾ ഒരു 10-40 ദിവസം ഞാൻ ചെന്നൈ തന്നെ കാണും. അപ്പോൾ എൻ്റെ പേര് തന്നെ ഞാൻ എന്താണ് വികൃതമായിട്ട് കേൾക്കട്ടല്ലോ എന്ന് ഓർത്ത്, എന്നാൽ പിന്നെ ഒരു പേര് വരരുത് ഓർത്ത് അങ്ങനെ എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്താണ്. വൈഫ് ഒരു പത്രം സജസ്റ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് അനിരുദ്ധാണ് കുറച്ചുകൂടെ ഇത് ഫീൽ ചെയ്തത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പലരും എന്നൊക്കെ പറയാറുണ്ട് സൈജു നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സ് സൈജു തമിഴിൽ പോകുമ്പോഴത്തേക്കും അനിരുദ്ധ് സ്വാമി, തെലുങ്ക് പോകുമ്പോൾ അനിരുദ്ധ് റെഡ്ഡി, കന്നഡയിൽ പോകുമ്പോഴത്തേക്കും അനിരുദ്ധ് ഷെട്ടി. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യം എയർടെലിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ടൈം ഒരു അറിവും ഇല്ലാതെയായിരുന്നു ശ്രീകുട്ടൻ ചോദിച്ചത് അഭിനയിക്കുന്നുണ്ടോ എന്ന്. അപ്പം അഭിനയിക്കാനൊന്നും ഒട്ടും ക്രേസ് ഇല്ല, അങ്ങനെ സിനിമ പ്രാന്തെന്നും പറഞ്ഞൊന്നും നടന്നില്ല. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഓക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും പിന്നെയും പടം ഇറങ്ങിയതിന് ശേഷം 1.5 വർഷം യു ടുക്ക് എ ഗുഡ് ഗ്യാപ്പ്. അപ്പോൾ ഒരു ഇതില്ലാതെ നമുക്ക് ക്യാരക്ടേഴ്സ് വരുന്നില്ല, ഒന്നുമില്ല. എന്നാൽ നമുക്ക് ഇപ്പുറത്ത് ജോലി 100% ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്നാലും ജോലിക്ക് പോകത്തില്ല, ഞാൻ വാശിക്ക് സിനിമയിൽ തന്നെ നിൽക്കും എന്ന് വെച്ചിട്ട് എന്നതിനാ ചേച്ചി 1.5 വർഷം ഞാൻ പറഞ്ഞത്. ഞാൻ സിനിമയിൽ വന്നിട്ട് സിനിമയിൽ സജീവം ഞാൻ ഒരിക്കലും ഒന്നായിട്ടില്ലായിരുന്നു. ഒരു 6 വർഷത്തിന് ശേഷമാണ് ഞാൻ 1.5 വർഷം ഗ്യാപ്പ് എടുത്തെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. ഞാൻ 2005 മയുഗം റിലീസാവുന്നത്. 2012 ട്രിവാൻഡ്രം ലോഡ്ജ് സംഭവിക്കുന്നത്. അപ്പം ഒരു 2005 തൊട്ട് 2010 2011 എൻ്റെ ലാസ്റ്റ് പടം റിലീസാവുന്നത് മലയാളത്തിൽ. അതിനുശേഷമാണ് 1.5 വർഷം ഗ്യാപ്പ് എടുത്തെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ മയുഗം റിലീസായതിനു ശേഷം ഈ പറഞ്ഞ 1.25 വർഷത്തെ എനിക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായി. അത് ഞാൻ അപ്പോഴത്തേക്കും കല്യാണം കഴിച്ചു. അപ്പം ഇങ്ങനെ വീട്ടുകാരുടെ ഇതും അതൊക്കെ ആയിട്ട് ചാന്ത് പൊട്ടെന്ന് പറഞ്ഞൊരു സിനിമയിൽ എന്നെ വിളിക്കുവാണ്, ഇന്ദ്രജിത്ത് ചെയ്ത ക്യാരക്ടർ. അങ്ങനെ ഞാൻ വന്നിട്ട് എൻ്റെ ബോസ് അലക്സിൻ്റെ ഞാൻ പറയുന്നു, അലക്സ് അഗെയിൻ എ ഗുഡ് ന്യൂസ്. അപ്പോൾ അലക്സ് ഓൾറെഡി ഭയങ്കര എതിരായിരുന്നു ഞാൻ സിനിമയിൽ പോകുന്നതിൽ. അപ്പോൾ അലക്സിൻ്റെ ഒരു വേർഷനിൽ അലക്സാണ്ടറൊക്കെ അന്ന് ഞാൻ മയുഗം ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത്, ബോസ് യു ആർ നോട്ട് ഫിറ്റ് ഫോർ മൂവി ഇൻഡസ്ട്രി, യു ആർ എ നൈസ് ഗായ്, യു ആർ എ കോർപ്പറേറ്റ് ഗായ്, ദർ ആർ ലോട്ട് ഓഫ് ക്രോക്കഡൈൽസ് വെയിറ്റിംഗ് ഫോർ യു ദേ. എവിടെ? ഫിലിം ഇൻഡസ്ട്രിയിൽ. അവർ നിന്നെ വിടിയും കളയുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അലക്സ് ഞാനിപ്പോൾ ഒരു സിനിമയിൽ ചെയ്യാൻ പോകുന്നത്, ഇതൊന്നും ചെയ്തിട്ട് ഞാൻ നിർത്തിക്കോളാം, പിന്നെ ആ സിനിമയും ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുടെ ഞാൻ വീണ്ടും പറയുകയാണ്, അലക്സ് ഒരു ഉഗ്രൻ ഓഫർ വന്നിട്ടുണ്ട്, ലാൽ ജോസ് എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് നടത്തുന്നത് ഒരു 25 days മതി, മയുഗം പോലെ 2 മാസം വേണ്ട. ബോസ് യു പുട്ട് യുവർ പേപ്പേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല അലക്സ് ഇല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ഇല്ല ഇഫ് യു കാൺ ദെൻ ഐ ആം ഓക്കെ.
അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഈ മയുഗം റിലീസായി പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സിനിമ കിട്ടുവാണ് എനിക്ക്, ലാലേട്ടൻ്റെ ഒരു സിനിമ. അപ്പോൾ ഞാനൊരു ഒരാഴ്ചത്തെ ലീവൊക്കെ എടുത്ത് ഞാനങ്ങനെ പോയി. പക്ഷേ അവിടെ കുറച്ച് എന്താണ് എനിക്ക് പൊരുത്തപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്കും കുറച്ച് അവിടെ 1-2 പേരുണ്ടൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ കുറച്ച് ഭയങ്കരമായിട്ട് ഇൻസൾട്ടിങ് ആയിട്ട് ഫീൽ ചെയ്ത്. അപ്പം ലൊക്കേഷനിൽ അപ്പം എന്താണ് നിൻ്റെ ഫസ്റ്റ് പടം എത്ര പേര് കണ്ടിട്ടുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എൻ്റെ ക്യാരക്ടർ ചോദിച്ചതാണ്. അപ്പം എനിക്കറിയില്ലെന്ന് പറഞ്ഞു. നിൻ്റെ പേര് എത്ര പേർക്കറിയാം? ഞാൻ പറഞ്ഞു അതും എനിക്കറിയില്ല. നിൻ്റെ മുഖം എത്ര പേർക്കറിയാം? അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മുടെ വിഷയം അതല്ലല്ലോ, എൻ്റെ ഈ പടത്തിലെ കഥാപാത്രം എന്താണെന്നത് എൻ്റെ വിഷയം. ഇപ്പോൾ ഞാനൊരു ബോൺ ആക്ടറല്ല. അപ്പോൾ എനിക്ക് എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ആകെ ഇതായി. അങ്ങനെയാണ് ഞാൻ തിരിച്ചു. അപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുത്തു. എന്തായാലും എൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ, അവർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ സിനിമ കണ്ടിന്യൂ ചെയ്യില്ല. പക്ഷേ ഞാൻ എൻ്റെ വികാരങ്ങൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ എന്താണ് ഒരു കേരളത്തിലെ ഒരു 10% ആൾക്കാരെങ്കിലും എൻ്റെ മുഖം അല്ലെങ്കിൽ എൻ്റെ പേരറിയുന്ന രീതിയിൽ എനിക്ക് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിഷമം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഡിസിഷൻ എടുക്കുകയാണ്. അതെ, ആരോടുള്ള വാശിക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. എനിക്ക് സിനിമകളേ ഇല്ല, സിനിമ കിട്ടുന്നില്ല. കിട്ടുന്നത് തന്നെ എന്താണ് ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ കഥാപാത്രങ്ങളല്ല. എൻ്റെ അഭിനയം പ്രശ്നം, ഇതെല്ലാം കൂടെ ആയിട്ട് എന്താ ചെയ്യേണ്ടത് മെസ്സായി. ഈ മെസ്സിൽ ഞാനൊരു 6 വർഷം കിടന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ എനിക്ക് നല്ല സിനിമകളും കിട്ടി. ഇപ്പം എനിക്ക് ഷാജി സാറിൻ്റെ ബാബ കല്യാണിലൊരു ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറായിരുന്നു. പിന്നെ ഹലോ എന്ന് പറഞ്ഞ സിനിമ കിട്ടി, മുല്ല എന്ന് പറഞ്ഞ സിനിമ കിട്ടി, കർമ്മയോഗി അത് നന്നായിട്ട് പോയില്ലെങ്കിൽ പോലും അതിനകത്തൊരു ഉഗ്രം ക്യാരക്ടറായിരുന്നു. അങ്ങനത്തെ ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടി. പക്ഷെ അതൊന്നും ഒരു വർക്കൗട്ട് ആയില്ല. അതായത് പടങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് റീച്ച് ആയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ഞാൻ ബ്രേക്ക് എടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് VKPയുടെ ഒരു സിനിമ കിട്ടുന്നത്.